സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഗോതമ്പ് പപ്പടമാണ്. അതായത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗോതമ്പ് പൂരി. വളരെ ടേസ്റ്റുള്ളതും വളരെ സ്വാദുള്ളതുമായ ഒരു 50-60 കൊല്ലം മുമ്പ് ഉണ്ടാക്കാറുള്ളത്. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ അതായത് കുഞ്ഞേച്ചി ഉണ്ടാക്കി തരാറുള്ളതാണ് എനിക്കിപ്പോൾ ഓർമ്മത്. അതുകൊണ്ടാണ് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തോന്നും. ചപ്പാത്തി പരത്താനുള്ള കോലില്ല, കുപ്പി കൊണ്ടാണ് പരത്തിയിരുന്നത് ഞങ്ങൾ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് എല്ലാ സൗകര്യങ്ങളും മനുഷ്യന് വന്നു, പക്ഷേ അതൊന്നും യൂസ് ചെയ്യാൻ ആരും ഇപ്പോൾ തയ്യാറില്ല. എല്ലാവരും ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം മേടിക്കുന്നത്. അന്നേരം ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ, എൻ്റെ റിക്വസ്റ്റ്. അപ്പോൾ ഇതിന് വളരെ ഈസിയാണ്. കുറച്ച് അരിപ്പൊടി എടുത്തു ഞാൻ. അതിൽ 2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സാട്ടോ, ഈ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി. ഇത് ഗോതമ്പ് പൊടിയാണ്, ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എന്ന് പറയുന്നത്. ഇത് 1 ഗ്ലാസ്, 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. ഇനി അതിൽ നമുക്ക് വേണ്ടത് റവയാണ്. റവ എന്താ വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇടാം കേട്ടോ. 1 ടീസ്പൂൺ റവ ഇട്ടില്ല. ഇനി ഇതിൽ 1 നുള്ള ഉപ്പിടണം. അരിപ്പൊടി 2 ടീസ്പൂണ്, 2 ഗ്ലാസ് ഇത് 1 നുള്ളു ഉപ്പ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1 മുറി തേങ്ങയുടെ പാലാണ്. അതിൽ പഞ്ചസാര ചേർത്ത് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് വെച്ചിരിക്കണം. ഇനി അതുകൊണ്ട് നമ്മൾ ഈ ആട്ട കുഴയ്ക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്വാദ് വർദ്ധിപ്പിക്കാൻ, ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ. വെള്ളം കൊണ്ടല്ല കുഴയ്ക്കണത്, ഗോതമ്പ് പൊടി അരിപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴയ്ക്കുന്നത് തേങ്ങാപ്പാൽ കൊണ്ടാണ്. തേങ്ങ ധാരാളമുള്ള കാരണം അന്നത്തെ കാലത്ത് തേങ്ങയ്ക്കൊന്നും യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാലെടുക്കാനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിക്കുക, എളുപ്പമെടുക്കാം. അന്നൊക്കെ ശരിക്കും ഓലിലൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് എടുക്കണമെങ്കിൽ നല്ല പാടാണ് തേങ്ങാപ്പാൽ. പക്ഷെ അതൊക്കെ ചെയ്യാറുണ്ട് അന്നത്തെ ആൾക്കാർ. ഇന്നത്തെ ആൾക്കാർ ഒന്നിനും തയ്യാറില്ല എന്നുള്ളതാണ് വ്യത്യാസം. അതുകൊണ്ട് നോക്കൂ, എന്താ നല്ല ആരോഗ്യത്തിലാണ് ആൾക്കാരൊക്കെ ജീവിച്ചത് പ്രകാരം. ഇപ്പം മനുഷ്യന് ആരോഗ്യമില്ലാതെ ഇപ്പോഴത്തെ ജങ്ക് ഫുഡും ഈസ്റ്റേൺ ഫുഡും ഒക്കെ കാരണം എന്താ, ആർക്ക് കുട്ടികൾക്ക് ആരോഗ്യമില്ല, വലിയവർക്ക് ആരോഗ്യമില്ല. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ആരോഗ്യം കുറഞ്ഞു വരിക ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രശ്നം. വെളിച്ചെണ്ണ ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. കുറച്ച് ഓയില നിങ്ങൾ യൂസ് ചെയ്യണത് അത് വെച്ചോളൂ, അല്ലെങ്കിൽ നെയ്യിടാം. നെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. നല്ലോണം കുഴച്ചിട്ട് 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ ഈ രൂപത്തിലാക്കി ഇങ്ങനെ ഇതാക്കി നോക്കൂ. എന്നിട്ട് അതിനെ പീസസായിട്ട് മുറിക്കാം. ചെറിച്ച് പപ്പടങ്ങൾ ഉണ്ടാക്കാനാണ്. ഇനി കൊച്ചു പപ്പടങ്ങളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, പരത്തി ഉണ്ടാക്കാം. ഞാൻ സ്ലാബിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. കാരണം ഈസിയാണ് അതിനുവേണ്ടി. അപ്പോൾ ഇതിൽ എള്ളും ഞാൻ ചേർത്തു, എള്ളും ജീരകവും ചേർത്ത് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നോക്കിക്കോളൂ. എള്ളും ജീരകവും ഞാൻ ചേർത്തതിൽ കൊച്ചു പപ്പടങ്ങളാക്കുന്നത്. ഷേപ്പ് വേണമെങ്കിൽ ആക്കാം കേട്ടോ. തുടങ്ങി കട്ട് ചെയ്ത് ഷേപ്പാക്കാം. അങ്ങനെ ചെയ്യുന്നില്ല. ശരിക്കും അതിനെ ഷേപ്പാക്കി എടുക്കാം വേണമെങ്കിൽ. അധികം കനം കുറയ്ക്കേണ്ട, അങ്ങനെ പരത്താം കേട്ടോ. അപ്പോൾ അത് 3 ഇത് പോരെ. ജീരകം ഞാൻ ഇട്ടിട്ടുണ്ട്. തേങ്ങാപ്പാൽ, പഞ്ചസാര, എല്ലാ പഞ്ചസാര ഇട്ട് ആ തേങ്ങാപ്പാൽ കൊണ്ടാണ് അത് കുഴച്ചിരിക്കുന്നത്. അധികം കട്ടി കുറയ്ക്കേണ്ട. അങ്ങനെ കൊച്ചു പപ്പടങ്ങളാക്കി ഉണ്ടാക്കാം. ഇതിന് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം, അതും കാണിക്കാം. കണ്ടോ, ഷേപ്പായി കണ്ടോ. കൂടുതൽ ഷേപ്പ് നല്ല ഫോമിൽ കിട്ടണം. ഫോം ആയില്ലപ്പോൾ 2 നല്ല പോലെ എണ്ണ ചൂടാവണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സിമ്മിൽ വെക്കണം. എണ്ണ ചൂടാവട്ടെ കേട്ടോ. എന്നാലാണ് ഈ പൂരികൾ വീർത്ത് വരുള്ളൂ കേട്ടോ. മധുരമുള്ള പൂരികളല്ലേ ഇവിടെ. 2 നമുക്ക് ഇടാം, കൂടുതൽ ഇട്ടണ്ട. എണ്ണ ഇങ്ങനെ മുക്കി വയ്ക്കണം. ആകുമ്പോൾ അത് വാങ്ങണം കേട്ടോ. ഇനി നോക്കൂ, ഓരോന്ന് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ എണ്ണ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്താൽ അതിങ്ങനെ പൊങ്ങി വീർത്ത് വരും കേട്ടോ പൂരികൾ.
ഞാനിപ്പോൾ ഇത് പറയണത് തെളിച്ച എൻ്റെ കുഞ്ഞേച്ചി ഇതെല്ലാം ഉണ്ടാക്കി വലിയ എണ്ണയുടെ ടിന്നുണ്ടല്ലോ കടകളിൽ നിന്നൊക്കെ കിട്ടുക വലിയ ടിന്ന് അതിൽ നിറച്ച് വയ്ക്കും. നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ ആ ടിന്ന് കാലിയായിരിക്കും. എത്ര എണ്ണം അറിയും? 10-50 എണ്ണം വലിയ വലിയ ഇത് ചെറുതല്ലേ. ഞാൻ ഷേപ്പ് നോക്കി. നമ്മളൊക്കെ അപ്പം അങ്ങനെ പരത്തിന് ഷേപ്പൊന്നും നോക്കാറില്ല. വലിയ വലിയ പപ്പടങ്ങൾ വലിയ നിറച്ച എണ്ണ ഒഴിച്ച് ചീച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം. ആ പപ്പടങ്ങൾ ടിന്നിലാക്കി വെച്ചാൽ ഈ 4 പേരും കൂടി അത് മുഴുവൻ തിന്ന് കഴിക്കും. ഇനി സ്പെഷ്യൽ പപ്പടങ്ങളുണ്ട്. എരിവിട്ട് മുളക് ജീരകം എല്ലാം ഇട്ട് പപ്പടം ഇടുന്നത് പോലത്തെ പപ്പടം അതും അത് ഭയങ്കര സ്വാദ ഗോതമ്പുണ്ടത്. പിന്നെ ഗോതമ്പുകൊണ്ടുള്ള ഡയമണ്ട് കട്ട് വളരെ ടേസ്റ്റുള്ളതാണ്. അതും എരിവുള്ളതുണ്ട് മധുരമുള്ളതുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇനി അതിന് ടൈം എടുക്കും, പക്ഷെ വളരെ നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ്. നമ്മൾ ഈ പിന്നെ അതുമാത്രമല്ല മിക്സ്ചറുകൾ പലതരം പാവ്തിൽ കപ്പലണ്ടി കൂടിയിട്ടുള്ള മിക്സ്ചർ അതൊക്കെ അന്നത്തെ കാലത്തുള്ള പലഹാരങ്ങളാണ്. ഇതിന് യാതൊരു ചേഞ്ചസും ഇല്ല. ഇപ്പോഴും അത് നിലനിൽക്കേണ്ട എല്ലാവർക്കും ഇഷ്ടമാണ്. പണ്ടത്തെ 70s പഴയ ഗാനങ്ങളൊക്കെ പാട്ടുകളൊക്കെ സിനിമാ പാട്ടുകളൊക്കെ എപ്പോഴും ഹിറ്റ് സോങ്സ് അല്ലേ, അതുപോലെയാണ് ഈ ഐറ്റംസ് കേട്ടോ. അത് ഞാൻ പറയുന്നത് എന്ത് രസമാണ് നോക്കൂ. എല്ലാം പൊടി കണ്ടോ. അല്ലെങ്കിൽ മധുര പപ്പടം കാലായി. ഇതാണ് എൻ്റെ കുഞ്ഞേച്ചി ഉണ്ടാക്കാറുള്ളത്. വളരെ സ്വാദുള്ളതാണ്. 1 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ തിന്ന് തീർക്കാറുണ്ട്. വളരെ ന്യൂട്രീഷ്യസാണ്. തേങ്ങാപ്പാലാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. പിന്നെ ബാക്കി എള്ള് ജീരകമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കുറച്ച് അരിപ്പൊടി, കുറച്ച് ഗോതമ്പ് പൊടി, കുറച്ച് റവയും കൂടി ചേർത്ത് കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് 4 മണി പലഹാരമായി. നല്ലൊരു 4 മണി പലഹാരം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ. നിങ്ങളുടെ സ്വന്തം സുലോചന.